ഹലോ, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യൻ എക്കണോമിക്ക് തന്നെ കുതിപ്പേറാൻ സാധിക്കുന്ന 3 റീസൺസ് ഉണ്ടെന്ന്. ആ 3 റീസൺസിൽ ഒന്ന് ഇൻസ്റ്റാ സെറ്റിൽമെന്റ്. അതാണ് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സംസാരിച്ചത്. അടുത്തായിട്ടുള്ള സ്ട്രോങ് റീസൺ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. വ്യൂസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. സബ്സ്ക്രിപ്ഷൻ എല്ലാവരും ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ റീസണാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണുക. രണ്ടായിരത്തി 24-25 വർഷങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിന് നല്ല കുതിപ്പേറാൻ സാധിക്കുന്ന 3 റീസൺസിൽ രണ്ടാമത്തെ റീസണാണ് അസ്ബ മോഡൽ, ASBA ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. എന്താണ് ASBA നോക്കാം. കേട്ടിട്ടുണ്ടാവും അല്ലേ? IPOയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ അസ്ബ മോഡലിലാണ് നമ്മൾക്ക് ക്യാഷ് പേയ്മെന്റ് നടത്തേണ്ടത്. എന്തായിരിക്കാം അത്? IPO അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ബ്ലോക്ക് ചെയ്യുന്നത്. നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവിടെ ബ്ലോക്ക്ഡ് ആയിരിക്കും അല്ലേ? എന്നിട്ട് IPOയിൽ നമുക്ക് സ്റ്റോക്ക് അലോട്ട്മെന്റ് ആവുകയാണെങ്കിൽ മാത്രമേ ഈ എമൗണ്ട് ബാങ്കിൽ നിന്ന് അവർ എടുക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ എന്താ അതിൻ്റെ ഗുണം? ആ ഡിലേ ഒന്നും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് ഇരിക്കുകയും വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെടാണ്ടിരിക്കുകയും ചെയ്യും അല്ലേ? അത് മാത്രമല്ല റീഫണ്ടിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ തന്നെ റീഫണ്ട് ആയി, അൺഫ്രീസ് ആയി, എമൗണ്ട് അക്കൗണ്ടിൽ നിന്ന് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് യാതൊരു ഡിലേയും വരുന്നില്ല, നമുക്ക് ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. ശരിയല്ലേ? അപ്പോൾ അതാണ് അസ്ബ മോഡൽ എന്ന് പറയുന്നത്. ഈ അസ്ബ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നുള്ള സിസ്റ്റം എന്തിലേക്കും വരുന്നു? സെക്കൻഡറി മാർക്കറ്റിലേക്കും വരുന്നു. എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കുന്നില്ലേ, അതിനെല്ലാം സ്റ്റോക്ക് ബ്രോക്കറിന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ബാങ്ക് അക്കൗണ്ടിൽ തന്നെ എമൗണ്ട് ഇരുന്നാൽ മതി. അങ്ങനെ ആകുമ്പോൾ എന്താ ഗുണം? എന്താ? നമുക്കിപ്പോൾ സ്റ്റോക്ക് വാങ്ങിക്കണം എന്ന് കരുതുക, പെട്ടെന്ന് ക്യാഷ് ബ്രോക്കറിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇല്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സാധാരണഗതിയിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടൈം എടുക്കും അല്ലേ? അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ആ ടൈം എടുത്ത് നമ്മൾ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന എമൗണ്ട് അപ്പോഴേക്കും കയറിപ്പോയിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ആ ഡിലേ നമ്മൾ ശരിക്കും എഫക്ട് ചെയ്യും അല്ലേ? ഇപ്പോൾ ഡിലേ ഒന്നും ഇല്ലാണ്ട് നമ്മളിപ്പോൾ വാങ്ങിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു OTP മാത്രം റിസീവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അസ്ബ മോഡലിൽ സ്റ്റോക്കുകൾ ഇമ്മീഡിയറ്റ്ലി ബൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഡിലേ ഇല്ലാണ്ട് ബൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഇൻട്രാഡേ ട്രേഡേഴ്സിന്റെ ബെനിഫിറ്റ് എന്താണ്? ഇമ്മീഡിയറ്റ്ലി തന്നെ എമൗണ്ട് അക്കൗണ്ടിലുണ്ടെങ്കിൽ, ബാങ്ക് അക്കൗണ്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറ്റാണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ട്രേഡ് എടുത്തിട്ട് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ആ എമൗണ്ട് അവിടുന്ന് അൺബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് ട്രേഡ് എടുക്കുകയും ചെയ്യാം. ശരിയല്ലേ? അതിൻ്റെ പോസിറ്റീവ് ഇത്രയൊക്കെ ആണെങ്കിൽ ഒരു നെഗറ്റീവ് അതിനകത്തുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഈ എക്സ്പോഷർ കിട്ടുന്ന കാര്യം ഒന്ന് ഒഴിവായി കിട്ടും. എന്ന് പറഞ്ഞാൽ 100% എമൗണ്ട് ഇല്ലാണ്ട്, എനിക്ക് തോന്നുന്നതാണ്, അതിൻ്റെ ക്ലാരിറ്റി വന്നിട്ടില്ല, വരും, അതുവരെ വെയിറ്റ് ചെയ്യുക. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്താ? 4 times 5 times ഒക്കെ എക്സ്പോഷർ കിട്ടുമല്ലോ. 1 ലക്ഷം അക്കൗണ്ടിലുണ്ടെങ്കിൽ 4 ലക്ഷത്തിന് വാങ്ങിക്കാം ഇപ്പോഴത്തെ സിസ്റ്റം. അത് ചിലപ്പോൾ 100% എമൗണ്ട് വേണ്ടി വരുമായിരിക്കാം. അത് അറിയില്ല, അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി വരുന്നതേ ഉള്ളൂ. അത് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇത് പോസിറ്റീവ് തന്നെയാണ്. കാരണം എന്താ? എപ്പോഴും കയ്യിലുള്ള എമൗണ്ടിന് വാങ്ങിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ? നമുക്ക് സേഫ് ആയിട്ടുള്ളത് എക്സ്പോഷർ അധികം എടുക്കാണ്ടിരിക്കുന്നത് തന്നെയാണ്. ഡേ ട്രേഡേഴ്സിന് എടുക്കാം, അല്ലാണ്ട് സ്വിങ്ങും പൊസിഷനിലൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് നല്ല രീതിയിലുള്ള എക്സ്പോഷർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട് കേട്ടോ. ഇല്ലാന്നല്ല, എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ട്. അവർ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുവാണ്, സാധാരണ ബിഗിനേഴ്സിനോ അല്ലെങ്കിൽ സാധാരണ ഇൻവെസ്റ്റേഴ്സിനോ എല്ലാം നല്ലത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ച് ചെയ്യുന്ന. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു അസ്ബ മോഡൽ അവർക്കെല്ലാം നല്ല രീതിയിൽ ഉപകാരപ്പെടും. അതുകൊണ്ട് ഇതും സ്റ്റോക്ക് മാർക്കറ്റിന് കുതിപ്പേറാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടിപൊളി റീസൺ ആണ്. ഓക്കെ, ഇനി അടുത്ത റീസൺ ഉണ്ട്, ഫൈനൽ റീസൺ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ റീസൺ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി പറയാം. അതുവരേക്കും താങ്ക് യു, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing.